അസ്സലാമു അലൈക്കും. പീസ് റേഡിയോ ശ്രോതാക്കൾക്കിടയിൽ പലപ്പോഴായി പല പരിപാടികളിലായി നിങ്ങളുടെ മുമ്പാകെ വരാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യം, വീണ്ടും ഒരു ഈദുൽ ഫിത്തറിന് നമ്മൾ സംഗമിക്കുകയാണ്. ഈ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായിട്ടുള്ള ഈദുൽ ഫിത്തർ നമ്മളെല്ലാവരും സമുചിതമായി ആഘോഷിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആഘോഷങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് അനുകൂലമായി അനുസൃതമായി നിർവഹിക്കുക എന്നുള്ളതാണ്. 30 ദിവസം നീണ്ട വ്രതാനുഷ്ഠാനത്തിൻ്റെ വിമലീകരിക്കപ്പെട്ട ഹൃദയവുമായിട്ടാണ് നാം ഈ ആഘോഷത്തിലേക്ക് വരുന്നത്. റമദാൻ കരിച്ചു കളഞ്ഞ പാപങ്ങളിൽ നിന്ന് മോചിതരായി നമ്മുടെ മനസ്സും ശരീരവും ഹൃദയശുദ്ധിയോടെ പവിത്രമായി നാം ഇതാ ഈ ആഘോഷത്തിലേക്ക് വരികയാണ്. ആഘോഷങ്ങൾ പലപ്പോഴും അതിരുകടക്കുന്ന ഒരു കാലമാണിത്. ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ദൈവികമാവുക എന്നുള്ളതാണ്. അത് ഏറ്റവും പവിത്രമാവുക എന്നുള്ളതാണ്. നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഓർമ്മിക്കുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഓർക്കുക, നമുക്ക് ചുറ്റും ഒരുപാട് നഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തിലേക്ക് താങ്ങായും തണലായും പലപ്പോഴായി നമ്മളൊക്കെ കടന്നു പോകുന്നവരാണ്. ജീവിതത്തിൽ മനുഷ്യൻ്റെ നിശ്ചിതമായ ദൈർഘ്യത്തിനിടയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ആളുകളെ അടുപ്പിച്ചു നിർത്തുക എന്നതാണ്. കുടുംബങ്ങളെ യോജിപ്പിക്കുക എന്നതാണ്. മനുഷ്യനെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ ശിഥിലീകരണ പ്രവർത്തനങ്ങൾക്കും അപ്പുറത്തേക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. എപ്പോഴും പീസ് റേഡിയോ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ പ്രധാനമായി ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യം, ഭദ്രമായ കുടുംബജീവിതത്തെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്നു എന്നുള്ളതാണ്. വളരെ നല്ല സാമൂഹ്യ അടുപ്പത്തെക്കുറിച്ച് നിരന്തരമായി ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ആ ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പെരുന്നാൾ ആശംസകൾ നേരുന്നു. നമുക്കൊരുമിച്ച് ഈ ദിനം ആഘോഷിക്കാം പ്രാർത്ഥനാപൂർവ്വം.